വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. ഞാൻ രാവിലെ സൂവിലൊക്കെ പോയി നല്ല ടയേർഡായി. എന്നാൽ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോര് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഈ സ്പോട്ടിലെ വെട്ടിമുറിച്ച കോട്ടയുടെ അകത്തോട്ട് കയറുന്ന ഉടനെ മോഹൻസ് മോര് കട എന്നും പറഞ്ഞ ഒരു വളരെ പ്രസിദ്ധമാണ് ഒരു മോര് കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഒരു മോരും കുടിക്കാം. പറ്റുമെങ്കിൽ മോര് വിശേഷങ്ങൾ കൂടെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇവിടെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ 2 മക്കളുമുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളും കൂടെ ചോദിച്ചറിയാം, ഇല്ലെങ്കിൽ ഒരു മോര് കുടിക്കാം. അപ്പം ഈ ചേച്ചിയുടെ അടുത്ത് നമുക്ക് ഇവിടുത്തെ മോഹൻസ് മോര് കടയുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി ഇതെത്ര നാളായി തുടങ്ങിയിട്ട്? 16 വർഷമായി. അപ്പോൾ ഈ മോഹൻ എന്ന് പറയുന്നത് ആണ്. ഇത് 2 മക്കളാണ്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? ഓറഞ്ച് സർബത്ത്, അതുപോലെ മോരുണ്ട് അല്ലേ? മോര് വ്യത്യസ്തമാണെന്ന് കേട്ടു. 16 രഹസ്യ കൂട്ടാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. മറ്റു മോരിൽ നിന്നും വ്യത്യാസം വരുന്നത്. എങ്ങനെയാണ് ചാർജൊക്കെ? എങ്ങനെയാണ്? 30 രൂപ ഒരു കിലോ മോര്. നമുക്കപ്പോൾ ഒരു എരിവിട്ട് ഒരു മോരൊന്ന് കുടിച്ചു നോക്കാം. എനിക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക് എരിവിട്ട് ഒരു മോര് കുടിച്ചു നോക്കാം. നമ്മളുടെ മോഹൻസ് മോര് കടയിലെ മോരാണ്. കുടിച്ചു നോക്കാം. കീടു സാധനം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മോര് കുടിക്കുമ്പം അതിന് ഇത്രയും കട്ടി കാണില്ല. ഇത് നല്ല തിക്കാണ്, നല്ല സ്പൈസിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ഞാൻ കുറച്ച് സ്പൈസി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാന്താരി മുളക്, ഇഞ്ചി, കറിവേപ്പില, അങ്ങനെ പല സാധനങ്ങൾ. ചേച്ചി ഇത് എത്ര കൂട്ടം എന്ന് പറഞ്ഞാൽ? 16 കൂട്ടം സാധനങ്ങൾ ഈ മോരിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് രഹസ്യക്കൂട്ടുമുണ്ട്, ചേച്ചിയുടെ തന്നെ സ്പെഷ്യലായിട്ടുള്ള രഹസ്യക്കൂട്ടുമുണ്ട്, അല്ലാതെയുള്ള വേറെ കുറച്ച് ഐറ്റംസും ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും തീർത്തും വ്യത്യസ്തമാണ്. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കുടിക്കുകയാണ്. ആ ഗ്ലാസ് കുടിച്ച് തീർത്തപ്പം എനിക്ക് കുറച്ചും കൂടെ റീഫിൽ ചെയ്ത് തന്നു. ഇവിടെ പലർക്കും അങ്ങനെ റീഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു മോര് ഒഴിക്കണമെന്ന്. വേറെ ഒന്നും ചേർക്കത്തില്ല. ആ മോരും വെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് തരും. അപ്പോൾ അത് കുറച്ചുകൂടെ ഒഴിച്ച് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഭയങ്കര റിച്ചാണ്. ഒരുപാട് സാധനങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മോര്. ഭയങ്കര റിഫ്രഷിങ്. നമുക്കൊരു സർബത്തും കൂടെ ഒന്ന് കുടിച്ചു നോക്കാം. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം. വയറ് ഫുള്ളായി അത്യാവശ്യം. കാര്യം 1.5 ഗ്ലാസ് മോര് കുടിച്ചു കഴിഞ്ഞു. കുഴപ്പമില്ല, നമുക്കൊരു സർബത്ത് കൂടെ കുടിക്കാം. തിരക്ക് കണ്ടല്ലോ അവിടെ നിൽക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കിട്ടി. ഇവിടെ ആകുമ്പോൾ നല്ല സുഖമായിട്ട് നിന്ന് കുടിക്കാം. അപ്പം നമ്മളുടെ ഓറഞ്ച് സർബത്താണ്. മറ്റേ കസ്കസ് ഐസൊക്കെ കിടപ്പുണ്ട്. ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ. വേറെ ഒരു ടേസ്റ്റ്. മീൻസ് ഓറഞ്ചാണ്. ഓറഞ്ച് കസ്കസൊക്കെ കിടപ്പുണ്ടല്ലോ. പക്ഷേ ഇതിനകത്ത് വേറെയും ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് എന്തൊക്കെയോ വേറെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. ഇതും വളരെ റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. മോര് തന്നെയാണ്. പക്ഷേ ഇതും നമ്മൾ സാധാരണ കുടിക്കുന്ന പോലത്തെയുള്ള ആ ഒരു ഓറഞ്ച് സർബത്തല്ല. വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഇതിന് 30 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുവഴി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കുടിക്കാൻ വന്നാലും ഒരു കുഴപ്പമില്ല, മോരാണെന്നുണ്ടെങ്കിലും സർബത്താണെങ്കിലും, മോര് ക്ലാസ് സാധനം, ഇതും വളരെ റിഫ്രഷിംഗ് ആണ്. അപ്പം ഇതുവഴി വന്നു കഴിഞ്ഞാൽ മോഹൻസ് മോര് കട മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.